ഇന്ത്യയുടെ ഭൂതല സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് ഇന്ത്യൻ കരസേന. 11 ലക്ഷത്തിലേറെ സ്ഥിരം അംഗങ്ങളും 10 ലക്ഷത്തോളം റിസർവ് അംഗങ്ങളും ചേർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. അതിർത്തി കാത്തുരക്ഷിക്കുകയും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ. 1748 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള സേനകളുടെ കമാൻഡർ ഇൻ ചീഫ് ആയി ചുമതലയേറ്റ മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കരസേനാ മേധാവി ജനറൽ സർ റോബർട്ട് ലോക്ഹാർട്ട് ആയിരുന്നു. 1765 റോബർട്ട് ക്ലൈവ് ആണ് ഇന്ത്യയിൽ ആദ്യമായി കന്റോൺമെന്റുകൾ സ്ഥാപിച്ചത്. സൈനികരെ ഒരിടത്ത് സ്ഥിരമായി പാർപ്പിച്ചു അവർക്ക് അച്ചടക്കവും സൈനിക ജീവിതാന്തരീക്ഷവും പ്രദാനം ചെയ്യുന്ന സൈനിക താവളങ്ങളാണ് കന്റോൺമെന്റുകൾ. ഇപ്പോൾ ഇന്ത്യയിൽ 62 കന്റോൺമെന്റുകളുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കന്റോൺമെന്റ് പഞ്ചാബിലെ ഭട്ടിൻഡയിലാണ്. കേരളത്തിലെ കന്റോൺമെന്റ് കണ്ണൂരിലാണ്. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സേനയെ രണ്ടായി വിഭജിച്ച് അതിലൊരു വിഭാഗം പാകിസ്ഥാന് വിട്ടുകൊടുത്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കുറച്ചു കാലത്തേക്കു കൂടി ഇന്ത്യൻ കരസേനയിൽ ബ്രിട്ടീഷുകാർ തുടർന്നു പോന്നു. എന്നാൽ കുറച്ചു മാസങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് ഭടന്മാരെ തിരിച്ചയച്ചു. ഇന്ത്യൻ കരസേനയുടെ തലവന്മാരായി ബ്രിട്ടീഷുകാരനായ ജനറൽ ഒഷിൻലെക്, ജനറൽ ലോക്ഹാർട്ട്, ജനറൽ ബുച്ചർ എന്നിവർ യഥാക്രമം തുടരുകയുണ്ടായി. 1949 ജനുവരി 15 സർവ്വസൈന്യാധിപനായി ഇന്ത്യക്കാരനായ ജനറൽ KM കരിയപ്പയെ നിയമിക്കുകയും അങ്ങനെ ഇന്ത്യൻ കരസേന പരിപൂർണമായും ഭാരതീയമാവുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനമായി ആചരിച്ചു വരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വിവിധ നാട്ടുരാജ്യങ്ങൾ പുലർത്തി വന്നിരുന്ന സേനാ ഘടകങ്ങൾ പിന്നീട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി തീർന്നു. ഇന്ത്യൻ കരസേനയെ റെഗുലർ ആർമി, റിസർവ്, ടെറിട്ടോറിയൽ ആർമി, NCC തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. ആധുനിക യുദ്ധരംഗത്തുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി കരസേനയെ പല ഘടകങ്ങളായി തരം തിരിച്ച് പ്രത്യേക പരിശീലനം നൽകി പോരുന്നു. കൂടാതെ പൊതുവായ പരിശീലനവും നൽകി വരുന്നു. റെഗുലർ ആർമിയിൽ പല വിഭാഗങ്ങളുമുണ്ട്. കവചിത സേനാ വിഭാഗത്തിന്റെ പങ്കെന്ത്? ടാങ്കുകൾ, വൻതോക്കുകൾ, കവചിത വാഹനങ്ങൾ, ചെറിയ യന്ത്രത്തോക്കുകൾ എന്നിവ ഉപയോഗിച്ച് യുദ്ധമുന്നണിയിൽ ശത്രുനിരയെ നേരിടുകയാണ് ഈ വിഭാഗത്തിന്റെ പ്രധാന ജോലി. അശ്വസേന ഘടകങ്ങളും ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യയുടെ ബീരങ്കി പട എത്രത്തോളം ശക്തം നോക്കാം. ബീരങ്കികൾ, ഹെവി ഫീൽഡ് ഗണ്ണുകൾ, മോർട്ടാറുകൾ, മിസൈലുകൾ, വിമാനവേധ തോക്കുകൾ, റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ശത്രുനിരകളെയും ബങ്കറുകളെയും തകർക്കുക, ബോംബാക്രമണത്തിനും ആകാശയുദ്ധത്തിനുമായി എത്തുന്ന ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുക, ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന കലാൾ പടയ്ക്കും കവചിത സേന വിഭാഗത്തിനും ശത്രുനിരയിലേക്ക് സെല്ലുകൾ വർഷിച്ച് സഹായങ്ങളും സുരക്ഷിതത്വവും നൽകുക, സർവോപരി ശത്രുക്കളുടെ മനോവീര്യം തകർക്കുന്നതിന് അവരുടെ സാങ്കേതികങ്ങളിലേക്ക് തുളച്ചുകയറി ശത്രുമുന്നണിയെ ഛിന്നഭിന്നമാക്കുക തുടങ്ങിയ നിർണായക ജോലികളാണ് ബീരങ്കി പട നിർവഹിക്കുന്നത്. ശത്രു സങ്കേതങ്ങളും ശത്രുക്കൾ ഉപയോഗിക്കുന്ന മോർട്ടാറുകൾ, ബോംബുകൾ, ബീരങ്കികൾ മുതലായവ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ ആകാശം വഴിയായും റഡാർ മുഖേനയും കണ്ടുപിടിക്കുന്നതിനുള്ള ലൊക്കേറ്റിംഗ് ബാറ്ററിയും എയർ ഒബ്സർവേഷൻ പോസ്റ്റുകളും ബീരങ്കിപ്പടയ്ക്കു കീഴിൽ ഉണ്ടായിരിക്കും. ആർട്ടില്ലറിക്കു കീഴിലുള്ള വിമാനങ്ങൾ പറത്തുന്നതും ആർട്ടില്ലറി ഓഫീസർമാർ തന്നെയാണ്. ആർട്ടില്ലറിയിൽ പാരച്യൂട്ട് ഭടന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. ശത്രു സങ്കേതങ്ങൾക്ക് അടുത്തോ അവയ്ക്ക് പുറകിലോ യുദ്ധവിമാനങ്ങളിൽ ചെന്ന് പാരച്യൂട്ട് വഴി ഇറങ്ങി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ഘടകമാണിത്. ആർട്ടില്ലറി വിഭാഗത്തെ ഫീൽഡ് റെജിമെന്റ്, ലൈറ്റ് റെജിമെന്റ്, മീഡിയം റെജിമെന്റ്, ഹെവി മോട്ടോർ റെജിമെന്റ്, എയർ ഡിഫൻസ് ആർട്ടില്ലറി എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. അസാമാന്യമായ ധീരതയും കർമ്മശുലതയും സാങ്കേതിക ജ്ഞാനവും ഈ വിഭാഗത്തിന് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ആർജിച്ചിട്ടുള്ള ഇന്ത്യൻ ആർമി നിരവധി യുദ്ധങ്ങളിൽ ഐതിഹാസികമായി പങ്കുവഹിച്ചിട്ടുണ്ട്. സർവത്ര ഇജ്ജത്ത് ഓ ഇക്ബാൽ എന്നതാണ് അവരുടെ മുദ്രാവാക്യം. കാലാൾപ്പടയുടെ പ്രാധാന്യം. യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് കാലാൾപ്പട. ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യുക, ശത്രുസേനകളെ തടവുകാരാക്കുക, പിടിച്ചെടുത്ത സ്ഥലങ്ങൾ സംരക്ഷിക്കുക, ശത്രു സങ്കേതങ്ങളെ വളഞ്ഞു തകർക്കുക തുടങ്ങിയ ജോലികളാണ്
ഈ ഭാഗത്തിനുള്ളത്. യുദ്ധരംഗത്ത് ത്യാഗോജ്ജലമായ സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാലാൾപ്പടയാണ് ഇന്ത്യക്കുള്ളത്. കോർ ഓഫ് എഞ്ചിനീയേഴ്സ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർ സാങ്കേതിക പരിശീലനം സിദ്ധിച്ചവർ ആയിരിക്കും. യുദ്ധരംഗത്ത് മുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണിത്. പടനീക്കത്തിനുള്ള റോഡുകൾ, ബങ്കറുകൾ, പാലങ്ങൾ മുതലായവ നിർമ്മിക്കുക, ശത്രുക്കളുടെ കുതിച്ചുകയറ്റത്തെ തടയുന്നതിന് റോഡുകളും പാലങ്ങളും തകർക്കുകയും യുദ്ധഭൂമിയിലും രാജ്യാതിർത്തിയിലും മൈനുകൾ നിക്ഷേപിക്കുകയും ചെയ്യുക, സ്വന്തം സേനാ വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനു തടസ്സമാക്കുന്ന ശത്രു സങ്കേതങ്ങളെ മൈനുകളും മറ്റും നീക്കം ചെയ്ത് വഴി സുരക്ഷിതമാക്കുക, വൈദ്യുതീകരണം, ട്രാൻസ്പോർട്ട്, യന്ത്രസംബന്ധമായ ജോലികൾ തുടങ്ങിയ ഭദ്രമാക്കുക എന്നിങ്ങനെ അനവധി ജോലികൾ ഇവർ യുദ്ധകാലങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ യുദ്ധമില്ലാത്ത കാലങ്ങളിൽ പ്രത്യേക എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് ഈ ഘടകത്തെ നയിക്കുന്നത്. അടുത്ത വിഭാഗമായ ASC, അതായത് ആർമി സർവീസ് കോർ. യുദ്ധകാലത്തും സമാധാനകാലത്തും ഒരുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണിത്. സൈന്യങ്ങൾക്കു വേണ്ട ഭക്ഷണം, വാഹനങ്ങൾ, ഇന്ധനം തുടങ്ങി നിരവധി സാധനങ്ങളുടെ വിതരണം ഈ വിഭാഗത്തിന്റെ ചുമതലയിൽപ്പെടുന്നു. ഓഫീസ് സംബന്ധമായും മറ്റുമുള്ള ഭരണകാര്യങ്ങളും ഈ വിഭാഗമാണ് നിർവഹിക്കുന്നത്. അടുത്ത വിഭാഗമായ ആർമി ഓർഡിനൻസ് കോർ. ഇന്ത്യൻ കരസേനയുടെയും നേവി, എയർഫോഴ്സ് തുടങ്ങിയ സർവീസുകളുടെയും വെടിക്കോപ്പുകളുടെയും പടക്കോപ്പുകളുടെയും നിർമ്മാണം, വസ്ത്രങ്ങൾ മുതലായവയുടെ വിതരണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ജോലികളാണ് ഈ വിഭാഗം നിർവഹിക്കുന്നത്. ഭാരതത്തിന്റെ നാനാഭാഗത്തുമുള്ള നിരവധി ഓർഡിനൻസ് ഫാക്ടറികളിലായി നിരന്തരം നടക്കുന്ന സങ്കീർണങ്ങളായ ജോലിയുടെ ആകെത്തുകയായ AOC സായുധ സേനയുടെ നട്ടെല്ലാണെന്ന് പറയാം. ഈ വിഭാഗത്തിൽ പട്ടാളക്കാരും സാങ്കേതിക വിദഗ്ധന്മാരായ സിവിലിയന്മാരും ഒത്തൊരുമിച്ചു പ്രവർത്തിക്കുന്നു. സൈനിക ഉപകരണങ്ങൾക്കായി ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിച്ചു കയറുകയാണ്. ഗോ ടു നെക്സ്റ്റ് കാറ്റഗറി, ദാറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ. മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവർ ആണ് ഈ വിഭാഗത്തിലുള്ളത്. സൈനിക ഘടകങ്ങളിലെ വിവിധ തരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ, വാർത്താവിനിമയ യന്ത്രങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ, വെടിക്കോപ്പുകൾ, വാഹനങ്ങൾ തുടങ്ങിയവയുടെ സംഭരണം, പരിശോധന, സംരക്ഷണം മുതലായവ സാങ്കേതിക പ്രവർത്തനങ്ങളും പരിപാലനവുമാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ അത്യന്താധുനികങ്ങളായ പടക്കോപ്പുകളും യന്ത്രോപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പട്ടാളത്തെ സജ്ജമാക്കുന്നതിൽ ഈ വിഭാഗം മർമ്മപ്രധാനമായ സേവനം നിർവഹിക്കുന്നുണ്ട്. ആർമി എഡ്യൂക്കേഷൻ കോർ. യുദ്ധപരിശീലനത്തിനോടൊപ്പം വിദ്യാഭ്യാസവും എന്ന തത്വമാണ് സായുധ സേനയിൽ നിലവിലുള്ളത്. വിധേയ ബലം എന്ന ചൊല്ല് ഇന്ത്യൻ സായുധ സേനയുടെ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്. ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല പൗരൻ, ഒരു നല്ല യോദ്ധാവ്, ഈ നിലയിലേക്കു സൈനികരെ ഉയർത്തുന്നതിനുള്ള ബുദ്ധിശാലയാണ് എഡ്യൂക്കേഷൻ കോർ. ബിരുദാനന്തര പഠനം നടത്തിയിട്ടുള്ളവരും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരുമാണ് ഈ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത്. ആർമി മെഡിക്കൽ കോർ. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയവരും ബിരുദാനന്തര പഠനം നടത്തിയിട്ടുള്ളവരും ഈ വിഭാഗത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നു. നഴ്സിംഗിൽ പരിശീലനം ബിരുദവും ഉള്ളവരും ആർമി മെഡിക്കൽ പരിശീലന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ജവാന്മാരും ഇവരെ സഹായിക്കുന്നു. സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം, സായുധ സേനയിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വൈദ്യപരിശോധന, യുദ്ധ മുന്നണിയിൽ അപായം സംഭവിക്കുന്നവരുടെ ശുശ്രൂഷ തുടങ്ങിയ സേവനങ്ങൾ ഈ ഭാഗം നിർവഹിക്കുകയാണ്. ആർമി ഡെന്റൽ കോർ. സൈനികരുടെയും കുടുംബക്കാരുടെയും ദന്തചികിത്സാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ഭാഗത്തിന്റെ കർത്തവ്യമാണ്. കോർ ഓഫ് മിലിറ്ററി പോലീസ്. കരസേനയുടെ എല്ലാ ഘടകങ്ങളിലും ലോ ആൻഡ് ഓർഡർ, പോലീസ് ഡ്യൂട്ടീസ്, പൈലറ്റിംഗ്, എസ്കോർട്ടിംഗ്, ട്രാഫിക് കൺട്രോൾ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ ജോലികൾക്കായി മിലിറ്ററി പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു. ഇതുകൂടാതെ റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം മുതലായ വിശേഷാവസരങ്ങളിലും പിന്നെ യുദ്ധകാലത്തും ഇവരുടെ സേവനം ആവശ്യമായി വരുന്നു. കരസേന ആസ്ഥാനത്തുള്ള മേജർ ജനറൽ റാങ്കുള്ള പ്രൊവസ്റ്റ് മാർഷലിന്റെ കീഴിലാണ് ഈ വിഭാഗം
പ്രവർത്തിക്കുന്നത്. ഈ വിഭാഗത്തിന്റെ അടിസ്ഥാന പരിശീലനം തുടക്കത്തിൽ ഫൈസാബാദിലായിരുന്നു. അതിനുശേഷം AD 1981 വരെ ഗാർഡ്സ് ട്രെയിനിങ് സെന്റർ കാമ്പടിയിലായിരുന്നു. ഇത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലാണ്. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ ട്രെയിനിങ് ഇന്ത്യൻ പട്ടാളക്കാരുടെ ശാരീരിക ക്ഷമത നിലനിർത്താനും അവർക്ക് ശാരീരികമായി പലതരത്തിലുള്ള പരിശീലനങ്ങളും കൊടുത്ത് യുദ്ധസജ്ജമാക്കാനും വേണ്ടിയുള്ള സ്ഥാപനമാണിത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആർമി പോസ്റ്റൽ സർവീസ് സായുധസേനയുടെ തപാലാവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ചുമതലപ്പെട്ട വിഭാഗമാണ് ആർമി പോസ്റ്റൽ സർവീസ്. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് പട്ടാളക്കാരുടെ വാസസ്ഥലവും അതിനോട് അനുബന്ധമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുടെയും സാമഗ്രികളുടെയും മേൽനോട്ടവും പരിപാലനവും ഈ വകുപ്പിൽ നിക്ഷിപ്തമായിരിക്കും. MESൽ കൂടുതലും സിവിലിയന്മാരാണ് ഉദ്യോഗസ്ഥർ. ഈ ഭാഗത്തിൽ സൈനികരെ ആക്ഷേപിച്ചു കൂടുതലും സാധാരണ പൗരന്മാരാണ്. ഇതൊക്കെയാണ് ഇന്ത്യൻ കരസേനയിലെ പ്രധാനപ്പെട്ട കാറ്റഗറീസ്.